ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീനില്ലാത്ത മീൻകറി. നമുക്ക് വെച്ച് പച്ച ഏത്തയ്ക്ക വെച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. നമുക്ക് മീൻകറിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 3 പച്ച ഏത്തയ്ക്കാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 3 ഏത്തയ്ക്ക. നമുക്കിതിന് ഇത് ക്ലീൻ ചെയ്യാം. ഇത് നമ്മൾ ഒന്നെങ്കിൽ കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് നമുക്ക് അതിന് കഴുകി അതിൻ്റെ കറ കളഞ്ഞെടുക്കാം. നമ്മളൊരു ഏത്തയ്ക്കായ നടുവേ മുറിച്ചിട്ട് അതിനെ 2ആയിട്ട് കട്ട് ചെയ്യണം. ഈ സൈസിൽ കട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ 2 കഷ്ണമാക്കി ഇങ്ങനെ എടുക്കുവാണേ. നമുക്കത് മഞ്ഞൾപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പുമ്പം ഇത് കണ്ട ഈ വാഴക്കായിന്ന് കറയൊക്കെ ഇറങ്ങി വരും. എന്നിട്ട് നമ്മളൊരു 4-5 ഇട് നന്നായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി നമുക്ക് എടുക്കാവേ. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണേ, അത് ആ കറിക്ക് ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി 1/2 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. നമ്മൾ സാധാ മീൻകറി വെക്കുന്ന പോലെ തന്നെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാ മീൻകറി വെക്കുന്ന പോലെ തന്നെ ചുമന്നുള്ളി ഒരു 5-6 ചുമന്നുള്ളി കട്ട് ചെയ്തത്, 4 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി കട്ട് ചെയ്തത്, 3 പച്ചമുളക് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില. ഉള്ളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ച കായ ഇട്ട് കൊടുക്കാം. കായും നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലൊരു അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലോട്ട് 1 പിടി ചിരകിയ തേങ്ങ, 3 ചെറിയ ഉള്ളി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണിത്, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി. കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. കായ ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ് വെള്ളത്തിൽ മിക്സിയുടെ ജാർ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ കണക്കിന് പാകത്തിനുള്ള ലൂസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ചാറ്. ഇതിലോട്ട് നമ്മൾ ഇനി 2 കഷ്ണം കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്, 2 കഷ്ണം കൊടംപുളി ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ ഇപ്പോൾ ഇവിടെ ചെറി ടൊമാറ്റോയുള്ള, അതുകൊണ്ട് 1 പിടി ചെറി ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഈ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇനിയും ഫ്ലെയിം കുറച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ കിടന്ന് ഇത് നമ്മുടെ കായ ഒന്ന് നന്നായിട്ട് ഈ അരപ്പുമായിട്ട് വെന്ത് വരണം. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് കോവയ്ക്ക വെച്ചും ഇങ്ങനെ മീനില്ലാത്ത മീൻകറി ഉണ്ടാക്കാം. കോവയ്ക്കായെ നമ്മൾ 2ആയിട്ട് നടുവേ കട്ട് ചെയ്തിട്ട് അതും ഇതുപോലെ നമ്മൾ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിട്ട് അതും ആ കോവയ്ക്കായും എണ്ണയിൽ വഴറ്റിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. കായൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. മീൻകറിയുടെ നല്ല ചാറിനൊക്കെ നല്ലൊരു മീൻകറിയുടെ ടേസ്റ്റ്, നല്ലൊരു പുളിയും ഒക്കെ ഉണ്ട്. നമുക്കിനി ഇതിലോട്ട് 1/2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് ഓഫ് ചെയ്യാം.
നമ്മുടെ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ്.